നമ്മളെന്താ പഠിക്കാൻ പോകുന്നത് അറിയോ? ഈ നമ്മളൊരു സെൻറ്റൻസിൻ്റെ കൂടെ എവിടെയാണ് എറ്റ് ഉപയോഗിക്കുക, വിത്ത് ഉപയോഗിക്കുക, പിന്നെന്താ എബൌട്ട്, അങ്ങനത്തെ കുറച്ച് വാക്കുകൾ, ഫോർ, ഇന്ന്, ഫ്രം, അതൊക്കെ ഏതൊക്കെ സെൻറ്റൻസിൻ്റെ കൂടെയാണ് സ്യൂട്ടബിൾ ആവുക എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് സെൻറ്റൻസസ് എഴുതി വെച്ചിട്ടുണ്ട് ബോർഡിൽ. അതിന് ഏതൊക്കെ വാക്കുകൾ സ്യൂട്ടാവുമെന്ന് നമുക്കത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് എഴുതിയത് വി അറൈവ്ഡ് ഡാഷ് യു എ എന്ന്. യു എ എന്ന് പറയുന്ന ഒരു കൺട്രിയാണ് അല്ലേ. ഇപ്പം വി അറൈവ്ഡ് ഹെറ്റ് എന്ന് പറയുമ്പോൾ എയർപോർട്ട് എന്നാണ് പറയുക. പർട്ടിക്കുലർ എന്തെങ്കിലും എന്താ പറയുക സ്പെസിഫിക് പ്ലേസസ് വരുമ്പോഴാണ് അറ്റ് എന്ന് ഉപയോഗിക്കുക. അപ്പോൾ എയർപോർട്ട് എന്ന് പറയുന്നത് സ്പെസിഫിക് പ്ലേസ് ആണ് എയർപോർട്ട്. അല്ലെങ്കിൽ സിറ്റീസും കൺട്രീസും അങ്ങനത്തെ വരുമ്പോഴാണെങ്കിൽ ഇന്നാണ് അവിടെ വരിക. ഇൻ യു എ എന്ന് പറയും. ഇൻ യു എ ഇ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഇൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയും. എയർപോർട്ട് ആണെങ്കിൽ എറ്റ് എന്നാണ് പറയുക. എറ്റ് സ്പെസിഫിക് പ്ലേസ് ആണത്. ഓക്കെ. അപ്പോൾ എന്താ വി അറൈവ്ഡ് ഇൻ യു എ എന്നാണ് ഫസ്റ്റ് വരിക. വി അറൈവ്ഡ് ഡാഷ് അറ്റ് എയർപോർട്ട്, വി അറൈവ്ഡ് അറ്റ് ദ എയർപോർട്ട് എന്നാണ് വരിക. ഓക്കെ, ഇറ്റ് ഈസ് എ സ്പെസിഫിക് പ്ലേസ്. ഓക്കെ. പിന്നെ ആർ യു ആംഗ്രി ഡാഷ് സംതിങ്. ആർ യു ആംഗ്രി ഡാഷ് സംതിങ്. സംതിങ് എന്ന് വരുമ്പോൾ എബൌട്ടാണ് വരിക. ആ സംഗതിയെക്കുറിച്ച് നീ എന്താ പറയുക വെറീഡാണോ അങ്ങനെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പേഴ്സണിനോടാണെങ്കിൽ എന്താ പറയുക വിത്ത് മീ എന്ന് വരും. നീ എന്നോട് ദേഷ്യം പിടിച്ചിരിക്കുകയാണോ എന്ന് എങ്ങനെ ചോദിക്കുക? ആർ യു ആംഗ്രി വിത്ത് മീ അങ്ങനെയല്ലേ ചോദിക്കുക? യെസ്. പിന്നെ ഇവിടെ എഴുതിയത് ഐ വർക്ക് ഡാഷ് ഗൂഗിൾ, അല്ലെങ്കിൽ ഐ വർക്ക് ആസ് എ ടീച്ചർ. ആസ് എ ടീച്ചർ, ഞാനൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എന്താ പറയുക ഐ വർക്ക് ആസ്. അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് വേണ്ടി എന്താ ചെയ്യുകയാണെങ്കിൽ ഫോർ എന്നാണ് പറയുക. ഐ വർക്ക് ഫോർ ഗൂഗിൾ, അല്ലെങ്കിൽ ഐ വർക്ക് ഫോർ മൈക്രോസോഫ്റ്റ് ഓഫീസ്, ആ ഒരു ഇതിൽ. പിന്നെ ഐ വർക്ക് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സ്ഥലത്ത് പറയുകയാണെങ്കിൽ ഐ വർക്ക് ഇൻ പാരീസ് അങ്ങനെയാണ് വരിക. ഐ വർക്ക് ഇൻ പാരീസ്, ഐ വർക്ക് ഫോർ ഗൂഗിൾ, ഐ വർക്ക് ആസ് എ ടീച്ചർ. പിന്നെ എന്താ പറയുക അടുത്ത് ഹി ഈസ് അഫ്രൈഡ് ദ ഡാഷ് ദ ഡോഗ് എന്നാണ് വരിക. ഹി ഈസ് അഫ്രൈഡ് ഓഫ് ദ ഡോഗ് എന്നാണ് വരിക. ഒരു ആനിമൽ അങ്ങനത്തെ തന്നെയാണ് ഓഫ് എന്ന് വരിക. പർട്ടിക്കുലർ പേഴ്സൺ സംതിങ് ആണെങ്കിൽ ഈസ് അഫ്രൈഡ് ഫ്രം എന്ന് ഒരിക്കലും വരില്ല. ഈസ് അഫ്രൈഡ് ഓഫ് തന്നെയാണ് വരിക, ഫ്രം വരില്ല. ഓക്കെ. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവും ഫിൽ ലൈൻസ് ആയിട്ട്. മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് ഈസ് അഫ്രൈഡ് ഡാഷ് ദ ഡോഗ് എന്നാണ് പറയുക. അല്ലെങ്കിൽ പർട്ടിക്കുലർ പേഴ്സൺ. ഓപ്ഷൻസ് എന്താ ഓഫ്, ഫ്രം. അപ്പോൾ നിങ്ങൾ ഏത് സെലക്ട് ചെയ്യുക? ഓഫ്. ഓക്കെ. ഈ ആ സെൻറ്റൻസ് നമ്മൾ കൂട്ടി വായിച്ച് നോക്കിയാൽ ഈസ് അഫ്രൈഡ് ഓഫ് എന്നല്ല വരിക. യെസ്. അപ്പോൾ അതാണ് ഇന്നത്തെ ക്ലാസ്. മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോട്ടെ. അപ്പം ഇനി അടുത്ത ക്ലാസ് എന്താണെന്ന് അറിയാം? റൂൾസാണ്. നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിൽ പഠിക്കുമ്പോൾ കുറച്ച് റൂൾസ് ഉണ്ട്. നമ്മളിപ്പം വെർബ്, സബ്ജക്റ്റ്, വെർബ്, എഗ്രിമെൻ്റൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടല്ലേ റൂൾസ് ഉണ്ട്. പ്രൊനൗൺ, അതിനൊക്കെ ഒരു റൂൾസ് ഉണ്ട് അല്ലേ. ഓർഡർ ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമർ ഇപ്പം ആസ്, ഡസ് ഇതൊക്കെ വരുമ്പോൾ ഈ, ഷീ, ഇറ്റ് എന്നൊക്കെ വരുമ്പോൾ റൂൾസാണ് ഇംഗ്ലീഷ് ഗ്രാമറിന്. എവിടേക്ക് എന്തൊക്കെ സെൻറ്റൻസുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ, ഇങ്ങനെ വാക്കുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു റൂളുണ്ട്. ഇപ്പം ഞാനൊരു സെൻറ്റൻസ് പറയണം. ഈ ആസ് എ റെഡ് കാർ, അവന് ഒരു റെഡ് ചുവപ്പ് നിറമുള്ള കാറുണ്ട് എന്ന് പറയും. അപ്പം നീ അത് ക്വസ്റ്റ്യൻ ടാഗിൽ എങ്ങനെ യൂസ് ചെയ്യും? അതാണ് എനിക്കറിയേണ്ടത്. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗിൽ വരാൻ പറയാം? ഡസ് ക്വസ്റ്റ്യൻ അല്ലേ, നമ്മൾ ആണോ എന്ന് ചോദിക്കുക എങ്ങനെയാണ്. അപ്പോൾ ഡസ് ഷീ ഹാവ് എ റെഡ് കാർ ക്വസ്റ്റ്യൻ മാർക്ക്, ക്വസ്റ്റ്യൻ ടാഗ് വരും. അപ്പം ഹി ഹാസ് എ റെഡ് കാർ സാധാരണ സെൻറ്റൻസാണ്, അത് പറഞ്ഞതാണ്. അപ്പോൾ അത് ക്വസ്റ്റ്യൻ ടാഗ്. അപ്പോൾ നമ്മൾ ചോദിക്കില്ലേ ഉണ്ടോ അങ്ങനെ ചോദിക്കില്ലേ? ഡസ് ഹി ഹാവ് എ റെഡ് കാർ? യെസ്. പിന്നെ ഐ ഹാവ് ടു മീറ്റ് ഹെർ, എനിക്ക് അവളെ മീറ്റ് ചെയ്യണം. ഡു ഐ ഹാവ് ടു മീറ്റ് ഹെർ? അങ്ങനെ. ഷീ ഹാസ് എ ബോയ് ഫ്രണ്ട്, അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. ഡസ് ഷീ ഹാവ് എ ബോയ് ഫ്രണ്ട്? അവൾക്കുണ്ടോ ഒന്ന് ചോദിക്കില്ലേ? വി ഹാവ് അവർ ക്ലാസ് ടുഡേ, ഡു വി ഹാവ് അവർ ക്ലാസ് ടുഡേ? ഉണ്ടോ, ഇന്ന് ക്ലാസ് ഉണ്ടോ എന്ന് ചോദിക്കില്ലേ? അതെ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ വൊവൽസാണ് പറഞ്ഞുതരാൻ പോകുന്നത്, എടുക്കാൻ പോകുന്നത്. വൊവൽസിൽ എ, ഐ, ഒ, യു എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കാണിച്ചു തന്നു, വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഇത് വെച്ചിട്ട് നമുക്ക് അത് വെച്ചിട്ട് വാക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എ എന്ന് പറഞ്ഞാൽ എൻ്റെ മേലെ ഒരു ചന്ദ്രക്കല വന്ന സൈൻ വന്നാൽ ഒരു ഷോർട്ട് വൊവൽസ് എന്നതിന് പറയാം. ഷോർട്ട്
കുഞ്ഞു വവൽസ്, മറ്റേ ഒന്നുമില്ലാത്തത് ലോങ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷോർട്ട് വവൽസാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതിൻ്റെ മേലെ ചന്ദ്രക്കല വരുന്നത്, യുവിൻ്റെ മേലെ ചന്ദ്രക്കല വരുന്നത്. എ ആപ്പിൾ, ആറ്റ് റാബിറ്റ്. ഇ എഗ് എലിഫൻറ്റ്. ഐ ടിക്ക് ചിക്ക് ഫിഷ് പിഗ്. ഒ ഡോഗ് സോക്സ് ഫ്രോഗ്. യു സൺ സൂര്യൻ്റെ സണ്ണ്, അതിലല്ലേ യു വരുന്നു. യെസ് അംബ്രല്ല. ഓക്കെ, ഇതാണ് ഷോർട്ട് വവൽസ്. മേലെ ചന്ദ്രക്കല വരും. മറ്റേന് ലോങ് വവൽസിന് മേലെ ചന്ദ്രക്കല ഉണ്ടാവില്ല, ലോങ് വവൽസ്. ഓക്കെ, അപ്പം ഞാൻ ഇത്രയേ എടുക്കുന്നുള്ളൂ. കുഞ്ഞു ക്ലാസ്സാണ്, അല്ലെങ്കിൽ വേണ്ട, ഞാൻ ലോങ് വവൽസ് കൂടി കാണിച്ചു തരാം. ലോങ് വവൽസ് ആപ്പിൾ, കാറ്റ്, ബേക്ക്, കേക്ക്. ഈ എഗ്ഗ്, നെറ്റ്, ഫീറ്റ്, ലീഫ്. ഈ ഐസ്ക്രീം എന്നല്ല പറയുന്നുള്ളൂ. യെസ് പിഗ്, കൈറ്റ്, ഐസ്. ഓ ഔൾ, ഡോഗ്. യു ജമ്പ്. അതൊക്കെ ലോങ് വവൽസിൽ പെടും. ഒന്നും ഉണ്ടാവില്ല മേലെ. യുറാനസ്, യുറാനസ് യു. ഓക്കെ.